ശ്യാം ഒരു മിനിറ്റ് നിങ്ങളെ നേതാവിനൊരു ഷാളെങ്കിലും താടെ കഴുത്തിലിടാൻ. ഓക്കെ അല്ലേ? ഓക്കെ. മനോജെ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആരോടും അനാവശ്യമായിട്ട് കൊളത്താൻ പോകരുതെന്ന്. എടാ, നിങ്ങളെ പ്രിൻസിപ്പാൾ എപ്പോ കണ്ടാലും പറയും പിള്ളേരൊന്ന് അടക്കി നിർത്തണമെന്ന്. മോനെ, സംയമനം എന്നൊരു വാക്കുണ്ട് നമ്മുടെ നിഘണ്ടുവില്ലേ. പ്രേമേട്ടാ, അതൊക്കെ നിങ്ങളുടെ നിഘണ്ടുവില്ലേ. ഈ സംയമനവും കൊണ്ട് അവന്മാരുടെ അടുത്തോട് ചെന്നാലേ ഇറച്ചിയിൽ മണ്ണ് പറ്റും. വാ. പ്രസിഡന്റ്, എന്റെ കാര്യം എന്തായി? കുറെ നാളായി, ഒന്ന് നടപടിയാക്കി തരണം. തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യല്ലേ, അത് നമുക്ക് സെറ്റാക്കാം. താൻ ആദ്യം ഈ വെള്ളടി നിർത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരുണ്ടാക്കാം. അതൊക്കെ എന്നാ നിർത്തി? ഇപ്പൊ ഫുൾ ടൈം സെറ്റാണ് അല്ലേ മനോജ്? സെറ്റാണ്. പ്രേമേട്ട സെറ്റാക്കും. ശബ്ദം കരുണാകരൻ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കരുണാകരൻ, ശബ്ദത്തിന്റെ എഡിറ്ററാണ്. പിള്ള സാർ പറഞ്ഞു ഒന്ന് കാണാൻ. ഇതെന്ത് വർത്താനാണ് സാറേ? നഗരത്തിലൊരു മുൻനിര മാധ്യമ പ്രവർത്തകൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അതിന്റെ കുറച്ചില്ലേ? അല്ലടാ, ഞങ്ങളുടെ വരുംകാല MLA വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ കേസൊന്നും ഉണ്ടാവില്ല അല്ലേ? അതെനിക്ക് നന്നായിട്ട് അങ്ങ് സുഖിച്ചു. സാറേ, എന്താ സംഭവിച്ചെന്ന് വെച്ചാലേ, രാവിലെ എനിക്കൊരു ഉദ്ഘാടനം. അത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് തിരുവനന്തപുരം പോകും വേണം. ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ പോയിട്ട്. പിന്നെ എന്ത് ബുദ്ധിമുട്ട്? ആ സഹകരണ ബാങ്കിൽ ലോണിന്റെ കാര്യല്ലേ? അതെ. സെക്രട്ടറി ഞാൻ വിളിച്ചു പറഞ്ഞോളാം. കാരണം സാർ പേപ്പറൊക്കെ നീക്കിക്കോ. ഓക്കെ? എനിക്ക് ഒരു 8 ലക്ഷം രൂപയാണ് വേണ്ടത്. ഒരിക്കൽ ഞാൻ അയാളെ പോയി കണ്ടു. കുറെ ഒടുക്കുകളാണ് അയാൾ എപ്പോഴും പറയണത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരിട്ട് പോയിട്ട് അങ്ങ് സംസാരിച്ചോളാം. സാർ ധൈര്യമായിട്ട് ചെല്ലേ, നമുക്ക് ശരിയാക്കാം. ഓക്കെ, മനേ നമുക്ക് പോയാലോ? സാർ എങ്ങനെ പോകുന്നു? ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. നമ്മൾ ആ വഴിക്കല്ലേ പോകുന്നത്? കോളേജ്. അതെ, ഞാൻ കൊണ്ടുപോവാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്തോന്ന് സാർ, ജനപ്രതിനിധിയല്ലേ, നിങ്ങളുടെ ഒക്കെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. വരണം സാർ. വാ വാ സാർ. പ്രേമേട്ടാ, നിർത്തണോ? വേണ്ട. എങ്ങോട്ടാ നിങ്ങളുടെ നേതാവ് പരക്കം പായുന്നത്? വെല്ലവിളുമാര് നാടൻ മുറിക്കാൻ വിളിച്ചിട്ടുണ്ടാവും.